ഒബ്രെ ഡി ഗ്രേ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ജനറ്റിസ്റ്റ് അദ്ദേഹം പറയുന്നത് ദ ചൈൽഡ് ഹു ഈസ് ഗോയിങ് ടു ലീവ് മോർ ദാൻ 1000 years ഓൾറെഡി ബോൺ. I think there is at least a 50-50 chance that most people alive today will live to 1,000 years old. അത് എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് ചെയ്ത ആൾക്കാർ തമ്മിൽ ഉള്ള അവർക്കുണ്ടായിട്ടുള്ള കുട്ടി ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്. സോ what he says that 1000 വർഷം ജീവിക്കാൻ പോകുന്ന കുട്ടി ഓൾറെഡി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്നാണ്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ജനറ്റിസ്റ്റാണ്. ഇപ്പം ബേസിക് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പം പല ആൾക്കാരും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണ്. വെയിറ്റ് എന്തുകൊണ്ട് ചിലർ ഗെയിൻ ചെയ്യുന്നു? പല കാരണങ്ങളാണ്. ഒരാൾക്കുള്ള കാരണമേ അല്ല വേറൊരാൾക്കുള്ള കാരണം. അവർക്ക് ഓരോരുത്തർക്കും ഇതാണ് വൺ മാൻസ് ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയിസൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇയാളുടെ ഈ പറയുന്ന വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ ഒരു പരിധിവരെ ജനറ്റിക് പ്രൊഫൈൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ജീൻ അയാൾക്കുണ്ടാവാം. ആ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നതാവാം. ആ ജീനിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഘടകം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ആ ഘടകത്തിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. പലരും നേരെ പോകുന്ന കീറ്റോ ഡയറ്റിലേക്കാണ്. കീറ്റോ ഡയറ്റ് നല്ലതാണ്, ഒത്തിരി പേർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും മാസീവ് നെഗറ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സാധനമാണ് കീറ്റോ ഡയറ്റ്. കാരണം എന്താ, നമ്മളുടെ ജീനുകളിൽ തന്നെ ഫാറ്റ് മെറ്റബോളിസവുമായിട്ട് നമ്മളിപ്പോൾ ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയൊക്കെ ഓരോ സാധനമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ളത്. ഇതിനെ ഓരോന്നിനെയും മെറ്റബിളൈസ് ചെയ്യുന്നത്, അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബോഡിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനുകളുണ്ട്. ഇമ്പയർഡ് ഫാറ്റ് മെറ്റബോളിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ജീൻ വേരിയൻ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കീറ്റോ ഡയറ്റിൽ പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെൽത്ത് ഡാമേജ് ആയിരിക്കും എന്നുള്ള ഗ്യാരണ്ടീഡാണ്.